ഹായ് ഹലോ ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബലരാമൻ ജയിലിലെ അകത്ത് ഒരു ദുസ്വപ്നം കണ്ട് എണീക്കുന്നുണ്ട്. കാരണം സാഗറിനെയും സുജാതാനെയും പറ്റിച്ചുകൊണ്ട് തൻ്റെ മകനായി അഭിനയിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവൻ ഓർത്തെടുക്കുന്നുണ്ട്. ഞാനത് ചെയ്തു പോയത് വലിയ തെറ്റാണ്, അവരോട് പൊറുക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ആ സുജാത അവരുടെ ആ മോനെ എന്നുള്ള വിളി ഞാനത് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിറകണ്ണോടുകൂടി എണീച്ചിരിക്കുന്ന ബലരാമനെയാണ് കാണിക്കുന്നത് തന്നെ. അങ്ങനെ പിന്നീട് നമ്മുടെ കൺമണിയുടെ വീട് കാണിക്കുന്നുണ്ട്. കൺമണിയെ തേടി ഒരു അതിഥി എത്തുന്നുണ്ട്. കൺമണി നമ്മുടെ ദേവജി കൊടുത്ത ആ ഒരു ഫോട്ടോയിലുള്ള ആ സ്ത്രീയുടെ രൂപം വരയ്ക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരയ്ക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കൃഷാണ് അവിടേക്ക് എത്തുന്നത്. പെട്ടെന്ന് തന്നെ കൺമണിയെ വായു പൊത്തിപ്പിടിച്ച് കൃഷി വരുന്നുണ്ട്. അതോ സാറെന്താ ഇവിടെ, എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എത്തും, എൻ്റെ കൺമണിയെ കാണണം തോന്നി ഞാൻ എവിടെയും എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇത്തിരി ഓവറാ എന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. അല്ല കൺമണി, ഇതെന്താ നിൻ്റെ പരിപാടി ഈ രാത്രി നേരത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പരിപാടിയാ, പോലീസിനെ സഹായിക്കാനുള്ളൊരു പണി എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്നെ പോലീസിനെ കൊണ്ട് തള്ളിച്ചവളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതന്ന് അറിയാതെ പറ്റിപ്പോയതല്ലേ, സോറി സാർ എന്നൊക്കെ പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ ഞാൻ എന്തും കൺമണിയോട് ക്ഷമിക്കും, കൺമണി എൻ്റെ മുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് കുറച്ച് റൊമാൻറ്റിക് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ വീട്ടിലിപ്പോൾ ആരുമില്ല, അച്ഛനും അമ്മയും കൃപയും പോയി, എനിക്ക് അവിടെ വല്ലാത്തൊരു മിസ്സിങ് തോന്നി. പിന്നെ സന്തോഷം സമാധാനം എവിടെ കിട്ടുമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ കൺമണിയുടെ അടുത്ത് അല്ലാതെ പിന്നെ വേറെ എവിടെ കിട്ടാനാ എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കൂടാതെ കൃഷി തന്നെ പറയുന്നുണ്ട്, നീ എനിക്കൊരു മുത്തുകവ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്, ഈ വിഷമങ്ങളൊക്കെ മാറാനായിട്ട് എന്ന് പറയുന്നുണ്ട്. മുത്തുകവ് എന്താ വെറുതെ കിട്ടാൻ, ഇത് മരത്തിൽ കായ്ക്കുന്നതൊന്നും അല്ല, അതിന് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് സൂപ്പർ കൺമണി. എന്നാലും ഒന്ന് താ എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഞാൻ തരില്ല, അതൊക്കെ എനിക്ക് തോന്നുമ്പോഴേ തരുള്ളൂ എന്നൊക്കെ കൺമണി പറയുന്നുണ്ട്. അങ്ങനെ കൃഷ് നമ്മുടെ സ്നേഹത്തോടു കൂടി കൺമണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കൺമണി ചോദിക്കുന്നുണ്ട്, സാറ് എന്നും ഇതുപോലെ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ 100% ഉണ്ടാകും, എൻ്റെ മരണം വരെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ടതും തന്നെ നമ്മുടെ കൺമണി കൃഷിന് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃഷിന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൺമണി ആ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഇത് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സസ്പെൻസാണ്, അത് ഇപ്പോഴൊന്നും പറയാനായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നീ നിൻ്റെ വര കണ്ടിന്യൂ ചെയ്തോ, ഞാൻ നിനക്കൊരു ചായ വെച്ച് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ചായയോ, സാറിന് അതൊക്കെ വെക്കാൻ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പഠിപ്പിച്ചെന്ന് തന്നെ നീയല്ലേ, ഞാൻ വെക്കാം, എവിടെ അടുക്കള, നീ ഒന്ന് വന്ന് സാധനങ്ങൾ എടുത്തു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷി കൺമണിയും കൂടി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ നിന്ന് ചായ ഇടാനായിട്ട് കൃഷി നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൺമണി പറയുന്നുണ്ട്, സാർ ഇന്ന് രാത്രി ഇങ്ങനെ പോകും, നാളെ രാവിലെ എന്താ സംഭവിക്കാമെന്ന് ഒരു പിടിയുമില്ല. വരുൺ ആ സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞു. നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഇനി നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കണം. ഇനി ഞാൻ ആരെയും പേടിക്കില്ല, അവനോട് പറയാൻ ധൈര്യമുള്ള എനിക്ക് ഇനി ആരോടും ഞാൻ വെട്ടി തുറന്ന് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മായി എണീച്ച് വരുന്നുണ്ട്. അവിടെ എന്താ സൗണ്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞ് എണീച്ച് വരുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ കൺമണി, അയ്യോ സാർ, അമ്മായി എണീച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ ആ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ച് ഫ്രിഡ്ജിൻ്റെ അരികിലേക്ക് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, ആരാ ഈ ലൈറ്റ് ഇട്ടത് എന്ന് പറഞ്ഞ് അടുക്കളയിലേക്കൊക്കെ പോയി ചെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ആരും കാണാതായതുകൊണ്ട് തന്നെ ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് തിരിച്ച് പോകുന്നുണ്ട്. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു സാർ, പെട്ടെന്ന് വാ, റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ റൂമിലേക്ക് കൺമണി കൃഷിനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കൺമണി അവളുടെ ചിത്രം വര അങ്ങനെ തുടങ്ങുന്നുണ്ട്. കൂടാതെ നമ്മുടെ കൃഷാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൃഷി അവിടെ ഉറങ്ങുന്നത് കണ്ട് കൺമണിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പാവം സാർ എന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ നേരം വെളുക്കുവോളം നമ്മുടെ കൺമണി ആ ഒരു ദേവജിയെ കൊടുത്ത ആ ഒരു ഫോട്ടോ, ആ ഒരു പിക്ചർ അത് വരച്ച് തീർത്ത് യഥാർത്ഥ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ആ സമയത്ത് മുഴുവനും കൃഷി നല്ല കൂർക്കം വലിച്ച് ഉറങ്ങാണ്. അങ്ങനെ അവളുടെ വരയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൃഷിനൊപ്പം അവളും വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നേരം വെളുത്തിരിക്കുകയാണ്. കൺമണി പെട്ടെന്ന് തന്നെ കൃഷിനെ വിളിക്കുന്നുണ്ട്, സാർ എണീക്ക്, നേരം വെളുത്തു, അമ്മായിമാരൊക്കെ എണീച്ചെന്നാണ് തോന്നുന്നത്, ഇനി ആകെ പെട്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അയ്യോ കൺമണി, ഇനി ഞാൻ കാരണം നിനക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ഞാൻ ഓർത്തില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴി ഒരുക്കി തരാം, സാർ ഒന്ന് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ അമ്മായി നിൽക്കുന്നുണ്ട്.
അമ്മായി പറയുന്നുണ്ട്, കൺമണി ഗുഡ് മോർണിംഗ്, എന്താ പരിപാടി, നീ ഇന്നലെ രാത്രി അടുക്കളയിൽ പറ്റും പോയിരുന്നോ ചോദിക്കുന്നുണ്ട്. ഇല്ലല്ലോ, ഞാൻ പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അമ്മായി പറഞ്ഞിരുന്നു അടുക്കളയിൽ ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു, പോയി ഓഫാക്കി എന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞില്ല, അത് ആരെങ്കിലും ഓർമ്മയില്ലാതെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. കൺമണി, ഇനി ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ഞങ്ങളെയും കൂടി കാറിൽ കയറ്റി കൊണ്ടുപോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, കൊണ്ടുപോകാമെന്ന് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. കൊണ്ടുപോകാം അമ്മായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അമ്മായി അവിടെ നിന്ന് മാറിയതിന് ശേഷം കൺമണി പെട്ടെന്ന് തന്നെ കൃഷിനെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. പുറത്തെത്തിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ പെട്ടെന്ന് കൃഷി ഓടിച്ചാടി രക്ഷപ്പെടുന്നുണ്ട്, മതിലൊക്കെ ചാടി. അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ കൺമണി. ആ സമയത്ത് പെട്ടെന്ന് ബാത്റൂമിനകത്തുനിന്ന് അച്ഛൻ ഇറങ്ങി വരുന്നുണ്ട്. എന്താ കൺമണി ഈ രാവിലെ തന്നെ ഒരു ചിരി എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നു, എൻ്റെ മനസ്സിൽ മൊത്തം തീയാണ്. ആ കല്യാണം ഇനി 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്, എനിക്കത് ആലോചിച്ച് ആകെ ഒരു എത്തിയും പിടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ ഒന്നുകൊണ്ടും ബേജാറാവണ്ട, അതൊക്കെ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് എല്ലാം നേരെയായി വരും. അച്ഛൻ ആത്മവിശ്വാസം കൈവിടണ്ട. നമ്മളെ ഒരുപാട് കാലമൊന്നും ദൈവം ബുദ്ധിമുട്ടിക്കില്ല. ആരോടും അഭയം ചോദിച്ചിട്ടോ അഭ്യർത്ഥിച്ചോ നമുക്ക് നിൽക്കേണ്ടി വരില്ല എന്നൊക്കെ ഒരു ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട് കൺമണി അച്ഛനോട്. അങ്ങനെ അച്ഛൻ ഇവൾ പറയുന്നതിൻ്റെ ഒരു പൊരുളും മനസ്സിലാവാതെ ഇങ്ങനെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻറ്റിയമ്മയുടെ അടുത്തേക്ക് മാനസയും അമ്മയും എത്തുന്നുണ്ട്. അങ്ങനെ മാനസ വന്ന പാടെ തന്നെ ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട്, ആൻറ്റിയമ്മേ, ഇനി ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണമില്ല, ഇനി ഇവിടെ കൃഷിനെയും കൊണ്ടല്ല, ഞാൻ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിന്നെ ഞാൻ ഏറ്റില്ല മോളെ, ഞാൻ അതിന് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നത് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് ആൻറ്റിയമ്മ. അങ്ങനെ കൃഷി റൂമിൽ കിടക്കുന്ന സമയത്ത് തന്നെ മാനസ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കൃഷിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി കൃഷിനെ കെട്ടിപ്പിടിച്ച് മേത്ത് വീഴുന്നുണ്ട്. അങ്ങനെ കൃഷിനാകെ ദേഷ്യം വന്ന് എണീക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്.